Okay, good morning students. നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൗ മച്ച് ഓഫ് 100 എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഹൗ മച്ച് ഓഫ് 100 എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നല്ല ശ്രദ്ധിക്കേണ്ട ചാപ്റ്ററാണ്. അപ്പൊ നമ്മൾ അതില് 100ഉമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് ഈ ടോപ്പിക്കിന് എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ ഈ ചാപ്റ്ററിൽ ഫുള്ള് ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത എന്നാൽ നമുക്ക് സ്ഥിരമായിട്ട് കേട്ട് പരിചയമുള്ള ശതമാനം, പെർസെന്റേജ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ശതമാനം നമ്മൾ കേട്ടിട്ടുണ്ടാവും, ധാരാളമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് പെർസെന്റേജ്. പെർസെന്റേജ് ശതമാനം. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുകയാണ്. ഫസ്റ്റ് ടോപ്പിക് പെർസെന്റ് മലയാളത്തിൽ ശതമാനം എന്ന് പറയും. എന്താണ് പെർസെന്റ് എന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഹൗ മച്ച് ഓഫ് 100 ഗിവ് ഹെഡിങ് ഹൗ മച്ച് ഓഫ് 100, then റൈറ്റ് ഫസ്റ്റ് ടോപ്പിക് പെർസെന്റ്. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? പെർസെന്റ് എന്നാണ് എഴുതേണ്ടത്. പെർസെന്റ് മലയാളത്തിൽ ശതമാനം. ഓക്കെ, ശതമാനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെരി സിമ്പിൾ ആണ്. പെർസെന്റ് മീൻസ് ഹൗ മച്ച് ഓഫ് 100. 100ന്റെ എത്ര. ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര. ഹൗ മച്ച് ഓഫ് 100 അതന്നെയാണ് പെർസെന്റ്. 100ന്റെ എത്ര ഭാഗമാണ്, 100ൽ എത്രയാണ് എന്ന് പറയുന്നതാണ് പെർസെന്റ്. The percent means how much part of 100. How much part of 100 parts. ഒന്നുകൂടി വ്യക്തമായി പറയണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. 100 ഭാഗമാക്കിയതിൽ എത്ര ഭാഗമാണത്. 100ന്റെ ഭാഗമാക്കി പറയുമ്പോൾ അതിൽ എത്ര ഭാഗമാണത് എന്നുള്ളതാണ് പെർസെന്റ്. ഹൗ മച്ച് ഇൻ 100 എന്നും കൂടി പറയാം. 100ൽ എത്രയാണ്. ഹൗ മച്ച് ഇൻ 100, 100ൽ എത്രയാണ്. അപ്പൊ ഏത് കാര്യവും 100ൽ എത്രയാണത് എന്ന് പറയുന്നതിനാണ് പെർസെന്റ് എന്ന് പറയുന്നത്. വ്യക്തമായി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കേക്ക് 10 പീസസ് ആക്കി. ഒരു കേക്ക് എത്ര പീസാക്കി? 10 പീസാക്കി. 10 പീസാക്കിയതില് ജോണിക്ക് 3 പീസ് കൊടുത്തു. I have divided a cake into 10 pieces, then give Johnny 3 pieces. I have give Johnny to 3 pieces. ജോണിക്ക് 3 പീസ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ജോണിക്ക് എത്ര പെർസെന്റ് കിട്ടി എന്ന് ചോദിച്ചാൽ അത് നമ്മൾ 100ലേക്ക് മാറ്റണം. ഇവിടെ 10 പീസാക്കിയിട്ട് 3 പീസ് എന്നാണ് പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 10ൽ 3 പീസാണ് നമ്മൾ ആർക്ക് കൊടുത്തത്? ജോണിക്ക് കൊടുത്തത്. ഈ 10ൽ 3 പീസ് ആണെങ്കിൽ നമ്മൾ ഇതേ കേക്ക് തന്നെ നോക്കാം. ഈ കേക്കിനെ നമ്മൾ ഇതുപോലെ 10 പീസാക്കിയിട്ടുണ്ടായിരുന്നു. അതില് 3 പീസാണ് ആർക്ക് കൊടുത്തത്? ജോണിക്ക് കൊടുത്തത്. ഇതേ കേക്ക് തന്നെ 100 പീസാക്കിയിരുന്നെങ്കിൽ ജോണിക്ക് എത്ര പീസ് കിട്ടുമായിരുന്നു? ഇതാണ് പെർസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ കേക്ക് തന്നെ if we divided the cake into 100 pieces, ആകെ എപ്പോഴും 100 ആവണം. അപ്പോഴാണ് ഇത് പെർസെന്റിലേക്ക് മാറുന്നത്. പെർസെന്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നെയാണ്? ഭാഗം തന്നെയാണ്. നോക്കുക, ഇവിടെ 10 പീസാണ് നമ്മൾ ആക്കിയത്. അതിൽ 3 പീസാണ് ജോണിക്ക് കൊടുത്തത്. ജോണിക്ക് എത്ര പീസാണ് കൊടുത്തത്? 3 pieces. So how much percent did Johnny get? ജോണിക്ക് എത്ര പെർസെന്റ് കിട്ടി എന്നാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ജോണിക്ക് കിട്ടിയത് എത്ര ശതമാനമാണ്? അപ്പൊ എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ടുള്ളത് 100ൽ എത്ര ഭാഗം ജോണിക്ക് കിട്ടി എന്നാണ്. ഇവിടെ 10 പീസാക്കിയിട്ട് 3 പീസാണ്.
അങ്ങനെയാണെങ്കിൽ ഇത് 100 പീസാക്കിയാൽ എത്ര പീസ് ജോണിക്ക് കിട്ടുമായിരുന്നു? 30 പീസ് കിട്ടുമായിരുന്നു. 10 പീസാണ് ആക്കിയത്, അപ്പൊ 3 പീസ് കിട്ടിയിട്ടുണ്ട്. 100 പീസ് ആക്കുമ്പോ 30 പീസ് കിട്ടും. അപ്പൊ ഈ ഡിനോമിനേറ്റർ ഏതിലേക്ക് മാറ്റണം? 100ലേക്ക് മാറ്റിയാൽ പെർസെന്റ് ആയി. ഡിനോമിനേറ്റർ 100ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോ എന്ത് കിട്ടി? പെർസെന്റ് കിട്ടി. ഇനി നേരെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് പെർസെന്റ് എഴുതുന്നത് എന്നുള്ളതാണ്. ജോണി ഗോട്ട് 3 പീസസ് ഔട്ട് ഓഫ് 10 പീസസ്. ജോണിക്ക് കിട്ടിയത് 3 പീസാണ്, ആകെയുള്ള 10 പീസിൽ. അങ്ങനെയാണെങ്കിൽ ജോണിക്ക് എത്ര പെർസെന്റ് കേക്ക് കിട്ടിയ? കേക്കിന്റെ പെർസെന്റ് എന്ന ഭാഗമാണ്, ഒരു ചെറിയ കഷ്ണത്തിനാണ് പെർസെന്റ് എന്ന് പറയുന്നത്. പക്ഷെ പെർസെന്റിന് എന്താണ് നിയമമുള്ളത്? വൈസല്ലോ റൂൾ എന്താണ്? 100ൽ എത്ര ഭാഗം എന്നുള്ള ഭാഗമാണ് പറയേണ്ടത്. വേറൊരു ഭാഗവും പെർസെന്റിൽ വരുന്നില്ല. പെർസെന്റ് എന്ന് പറഞ്ഞാൽ 100ൽ എത്ര എന്ന് പറയണം. അപ്പൊ ഏത് അളവാണെങ്കിലും, ഒരു കേക്ക് 10 പീസ് ആക്കിയാലും, ഒരു വേറൊരു അളവ്, പെന്നുകളെ 50 എണ്ണത്തിന്റെ കൂട്ടം 50 പെന്ന് ഡിവൈഡ് ചെയ്താലും 25 ആപ്പിൾ ഡിവൈഡ് ചെയ്താലും ഇതൊക്കെ പെർസെന്റിലേക്ക് പറയുമ്പോൾ 100 ആയിരുന്നെങ്കിൽ എത്രയായിരിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരിക. ഓക്കെ, ഇവിടെ ഇപ്പൊ 10 പീസാണുള്ളത്. അപ്പൊ എത്ര പെർസെന്റ് ആണ് ജോണിക്ക് കിട്ടിയത്? 10ൽ 3 ആണ്. അത് എത്ര പെർസെന്റ് ആണെന്ന് ചോദിച്ചാൽ 100ലാണെങ്കിൽ എത്രയായിരിക്കും എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. എത്ര പെർസെന്റ് ആണെന്ന് ചോദിച്ചാൽ ഈ 10 പീസ് ആക്കിയത് 100 പീസ് ആണെങ്കിൽ എത്ര പീസ് ജോണിക്ക് കിട്ടും? ഇതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. എത്ര പെർസെന്റ് ആണ് ജോണിക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 10ൽ 3 ആണെങ്കിൽ 100ൽ എത്രയായിരിക്കും? 30. സോ if 3 out of 10, then what about if the denominator is 100, what will be the answer? 30. So 30 out of 100. അത് നമുക്ക് പറയാം ജോണിക്ക് കിട്ടിയത് 30% ആണ്. ജോണിക്ക് കിട്ടിയത് 30% ആണ്. ജോണിക്ക് 30 പീസ് കിട്ടിയിട്ടില്ല, 30% കിട്ടി. അപ്പൊ എന്താ പെർസെന്റിലേക്ക് മാറ്റുമ്പോ സംഭവിച്ചത്? ഭാഗം പറയുന്നതാണ് ഇവിടെ ചെയ്യണം. 100ൽ 30 ഭാഗം. പക്ഷെ ഇവിടെ 10ൽ 3 ഭാഗം, 3 out of 10 parts എന്നുള്ളത് പെർസെന്റിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അത് 100ലാണെങ്കിൽ എത്രയായിരിക്കും എന്ന് നോക്കി. അതിനാണ് പെർസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എഴുതുന്നത് എങ്ങനെയാന്നുള്ളതാണ്. പെർസെന്റ് 30/100 കിട്ടിയാൽ നമുക്ക് എഴുതാം 30%. ഇനി ഒന്നുകൂടി സിമ്പൽ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത് എഴുതുക. 30 ശ്രദ്ധിക്കുക, 30 എന്ന് എഴുതിയിട്ട് ഒരു ലൈൻ ചെരിച്ചിടുക. മുകളിൽ ചെറിയ 2 ഡോട്ടുകൾ. ഇതാണ് 30% സിമ്പൽ ആയിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ 30% എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? 30/100. 30% എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? 30/100. 100ൽ 30 ഭാഗം എന്നാണ്. 30%, മലയാളത്തിലെ ശതമാനം എന്ന് പറയും. അപ്പൊ 30% മീൻസ് 30/100. അപ്പൊ നമുക്ക് ഏത് അളവ് ചോദിച്ചാലും അത് എത്ര പെർസെന്റ് ആണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ ഉടനെ നമ്മൾ 100ൽ എത്ര ഭാഗമായിരിക്കും അത് എന്ന് കണ്ടാൽ മതി. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ ക്വസ്റ്റ്യൻ എഴുതണം. ചേഞ്ച് 3/10 into percent. ചേഞ്ച് 3/10 into percent. അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം 30/100. അപ്പൊ 30/100 ആണ് ആൻസർ. അതിനെ പെർസെന്റ് രൂപത്തിൽ എഴുതുമ്പോൾ 30%. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ജോണിക്ക് 10 കേക്കിൽ 10 പീസിൽ 3 പീസ് കിട്ടി, എത്ര പെർസെന്റ് ആണ് കിട്ടിയത് എന്നാണ്. അത് 10ൽ 3 ആണെങ്കിൽ 100ൽ 30 ഉണ്ടാവും. 100ൽ എന്ന് എഴുതിയാൽ പെർസെന്റ് ആയി. ഓക്കെ, അപ്പൊ 30% ഉണ്ടാവും. വേറെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ മീനിങ് ഓഫ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് 25%?
25% എന്ന് പറഞ്ഞാൽ അതിൽ പെർസെന്റ് ഞാൻ സിമ്പിൾ ആയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കാൻ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. 25% എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 25% എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വെരി സിമ്പിൾ ആണ്. 25 ഔട്ട് ഓഫ് 100. ഇവിടെ എന്താ അളവാന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും പെർസെന്റ് എന്ന് പറഞ്ഞാൽ 100ൽ എത്ര എന്നുള്ളത്. 25% എന്ന് പറഞ്ഞാൽ 100ൽ 25 ഭാഗം. 100ൽ 25 ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് 50%? എന്താണ് 50%? 50% എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണ്? 50 ഔട്ട് ഓഫ് 100. 50 ഔട്ട് ഓഫ് 100. 100ൽ 50 ഭാഗത്തിനാണ് 50% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിളുകൾ എഴുതാം. വാട്ട് ഈസ് 30%? 30% ഇവിടെ വന്നു. 40% എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എഴുതി നോക്കാം. എന്തായിരിക്കും? 40/100. അപ്പൊ പെർസെന്റ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ ഫ്രാക്ഷൻ തന്നെയാണ്. പക്ഷേ ആ ഫ്രാക്ഷന്റെ പ്രത്യേകത എന്താ? ഡിനോമിനേറ്റർ എത്രയായിരിക്കും? 100 ആയിരിക്കും. അപ്പൊ 40%, 40/100, 75%. What will be 75/100? Then 100%. What is that? 100/100. ഇനി നമുക്ക് ഇതിന്റെ മീനിങ് ഒക്കെ നോക്കാം. 25%, 100ൽ 25 ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്വാർട്ടർ, കാൽ ഭാഗം. 100ൽ 25 പറഞ്ഞാൽ കാ ഭാഗമാണ് അല്ലെ? ഇനി നമ്മൾ ക്വാർട്ടർ എന്ന് പറയും. 1/4 പാർട്ട്. 1/4 പാർട്ട്. 1/4 പാർട്ട്. ഓക്കെ, ഇത് എഴുതിയെടുക്കണം. So 25% means 1/4. Quarter. Quarter എന്ന് എഴുതാം. Quarter, 3/4, half നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുക. 50%. 50% എന്ന് പറഞ്ഞാൽ 100ൽ 50 എന്ന് പറഞ്ഞാൽ പകുതിയല്ലേ? So 50% means half. 50% means half. 40% അങ്ങനെ വരുന്നില്ല. ഓക്കേ, വേറെ നമുക്ക് പരിചിതമായ ഒന്നാണ് 75%. 75% എന്ന് പറഞ്ഞാൽ എന്താണ്? 100ൽ 75 ഭാഗം എന്ന് പറഞ്ഞാൽ മുക്കാ ഭാഗമായി. അതിന് നമ്മൾ 3/4 എന്ന് പറയും. അപ്പൊ അടുത്തത് എഴുതാം. 75% 3/4 മുക്കാൽ. 100%. 100% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100ൽ 100 ഭാഗവും. ഒരു കേക്ക് മുറിച്ചു. ആ കേക്കില് ഡിവൈഡഡ് എ കേക്ക്, then give 100% to ഗോപി. ആ കേക്ക് മുറിച്ചിട്ട് അതിന്റെ 100% ഗോപിക്ക് കൊടുത്തു. ഗോപിക്ക് 100% കൊടുത്തു എന്നതിന്റെ അർത്ഥം എന്താ? ഒരു കേക്ക് 100 പീസാണ് ആക്കിയിരുന്നെങ്കിൽ അതിന്റെ 100 പീസും ഗോപിക്ക് കൊടുത്തു. 100ൽ 100ഉം കൊടുത്തു ഗോപിക്ക് എന്ന് പറഞ്ഞാൽ what is that? Full. 100ൽ 100 ഭാഗം കൊടുത്ത കേക്ക് ഫുള്ള് കൊടുത്തു എന്നല്ലേ? So 100% means full. 100% means full. അപ്പൊ ഈ കാര്യങ്ങള് നമുക്ക് ഇതിലെ പ്രധാന കാര്യങ്ങളാണ്. 25% എന്ന് പറഞ്ഞ ക്വാർട്ടർ, 50% എന്ന് പറഞ്ഞ ഹാഫ്, 75% 3/4 മുക്കാല്, 100% ഫുള്ള്. ഈ ഒരു പ്രധാന പെർസെന്റുകൾ നമ്മൾ ബൈഹാർട്ട് ആക്കിയിരിക്കണം. 25, 50, 75, 100. ഓക്കെ, ഇതാണ് പെർസെന്റുമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നോട്ട് എഴുതണം. എന്താണ് 40%? 40/100. 100ൽ എത്ര എന്ന് പറയുന്നതാണ് പെർസെന്റ്. ഓക്കെ, നമുക്കിതില് പ്രധാനപ്പെട്ട ഫസ്റ്റ് ടോപ്പിക് കൂടി, ഫസ്റ്റ് ടോപ്പിക്കിലെ ചെറിയ ഭാഗം കൂടി ഉണ്ട്. അതാണ് അടുത്തത് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കുക.
എൻ്റെ അടുത്ത് ഒരു 200 ആപ്പിൾസ് ഉണ്ട്. എൻ്റെ അടുത്ത് 200 ആപ്പിളുകൾ ഉണ്ട്. ഐ ഹാവ് 200 ആപ്പിൾസ്. 200 ആപ്പിളുകൾ ഉണ്ട്. അതിലെ 50% given to രാജു. എഴുതേണ്ടതില്ല, നമുക്ക് വേറെ വഴിക്കണക്ക് വരും. ഞാൻ എക്സാമ്പിൾ പറയാണ്. 200 ആപ്പിളുകൾ എൻ്റെ കയ്യിലുണ്ട്. അതിൽ 50% രാജുവിന് കൊടുത്തു. എൻ്റെ കയ്യിൽ 200 ആപ്പിളുകൾ ഉണ്ട്. അതിന്റെ 50% രാജുവിന് കൊടുത്തു. 50% എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതാണ് അതിന്റെ അർത്ഥം. 50% എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? 100ൽ 50 ഭാഗം. ഏതിന്റെ? 200 ആപ്പിളിന്റെ. അതിന്റെ അർത്ഥം എന്താ? 200 ആപ്പിളിനെ 100 ഭാഗമാക്കി. 200 ആപ്പിളിനെ 100 ഭാഗങ്ങളാക്കി. അപ്പൊ ആ ഭാഗങ്ങളാക്കി ഓരോ കൂട്ടങ്ങളാക്കി ഇങ്ങനെ വെച്ചു. 100 കൂട്ടങ്ങളാക്കി വെച്ചു. ഏതിനെ? 200 ആപ്പിൾസിന്. എന്നിട്ട് അതിൽ 100 ഭാഗമാക്കിയതിൽ 50 ഭാഗം രാജുവിന് കൊടുത്തു. ഇതാണ് 50% രാജുവിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ മീനിങ്. അപ്പൊ അത് എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് വാട്ട് ഈസ്, ഇത് ഇവിടെ നിന്ന് എഴുതിയാൽ മതി, 50% of 200 ആപ്പിൾ നീ അവിടെ പറയണില്ല, അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. 200 ആപ്പിളുകൾ ഉണ്ട്. അതിന്റെ 50% എത്രയാണ്? അതാണല്ലോ രാജുവിന് കൊടുത്തത്. 200 ആപ്പിൾ ഉണ്ട്. അതിന്റെ 50% രാജുവിന് കൊടുത്തു. അത് എത്ര ആപ്പിളാണ് രാജുവിന് കിട്ടി എന്ന് നമുക്ക് കാണണം. അപ്പൊ 200 ആപ്പിളിന്റെ 50% എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഹാഫ് ആണ്, പകുതിയാണ്. 100ൽ 50 ഭാഗം. 200 ആപ്പിളിന്റെ 100ൽ 50 ഭാഗം തന്നെ ഹാഫ് ആണ്, പകുതി. 200 ആപ്പിളിന്റെ പകുതി എത്രയാണ്? 100 ആണ്. അപ്പൊ രാജുവിന് കിട്ടിയത് എത്രയായിരിക്കും? 100 ആയിരിക്കും. പക്ഷെ നമ്മളത് എങ്ങനെയാണ് ചെയ്ത് കാണുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതണം. വാട്ട് ഈസ് 50% of 200? വെരി സിമ്പിൾ ആണ്, ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആദ്യം 200 എഴുതുക. എന്നിട്ട് അതിന്റെ 50% കാണുക. നമ്മൾ കഴിഞ്ഞ ഫ്രാക്ഷന്റെ ചാപ്റ്ററിൽ പാർട്ട് കാണാന്, ഫ്രാക്ഷന്റെ പാർട്ട് കാണാൻ ഗുണിക്കുകയാണ് വേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ കാണേണ്ടത് എത്ര പാർട്ടാണ്? 50/100 പാർട്ടാണ്. അപ്പൊ 200ന്റെ 100ൽ 50 ഭാഗം കാണാന് ഈ 100ൽ 50 കൊണ്ട് ഗുണിക്കുക. നേരെ പഠിച്ചേക്കുക. ഇതാണ് നമ്മളെ ഫസ്റ്റ് ടോപ്പിക്. ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക അളവിന്റെ ഒരു പ്രത്യേക പെർസെന്റ് എങ്ങനെ കാണാം? 200ന്റെ 50%, 1000ന്റെ 20%, 1,00,000ന്റെ 10%, അങ്ങനെ പെർസെന്റുകളൊക്കെ കാണേണ്ടി വരും. ആ സമയത്ത് എങ്ങനെ ചെയ്യാം? 200ന്റെ 50% കാണാന് എത്രേ ചെയ്യേണ്ടുള്ളൂ? 200 × 50/100. ഇനി ഇത് ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ. നമ്മൾ കഴിഞ്ഞ ഫ്രാക്ഷന്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കിട്ടിയ ആൻസറിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു 0 വെട്ടിക്കളയുന്ന ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. മനസ്സിലാവാത്തവര് ചോദിക്കണം. ഇത് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. ഇത് രണ്ട് ന്യൂമറേറ്ററിലാണ്, ഇത് ഡിനോമിനേറ്ററിലാണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും തുല്യ എണ്ണം 0 ഒഴിവാക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0 കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇതിന്റെ വിലയിൽ ഒരു മാറ്റവും വരില്ല. മുകളിലും താഴെ തുല്യമായി കട്ട് ചെയ്ത് കളയാണെങ്കിൽ വിലയിൽ ഒരു മാറ്റവും വരില്ല. അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ 200നെ 50 കൊണ്ട് ഗുണിക്കുക, ദെൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോഴും ആൻസർ കിട്ടും. ഇങ്ങനെ വെട്ടിക്കളയുമ്പോ ഗുണിക്കലോ കുറഞ്ഞു കിട്ടും. ഇനി ഈ 0 കട്ട് ചെയ്ത് കളയാൻ ഇവിടെ 0 ഇല്ല, പക്ഷെ ഇവിടെ ഉണ്ട്. കാരണം ഇത് ന്യൂമറേറ്ററിലാണ്. മുകളിലും താഴെയുമാണ് 0 കട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പൊ ഞാൻ ഈ ഒരു 0 കട്ട് ചെയ്തു, ഇവിടുത്തെ ഒരു 0 കട്ട് ചെയ്തു. ഈ 0 കട്ട് ചെയ്യാൻ പറ്റൂല. കാരണം ഇവിടെ 0 കട്ട് ചെയ്യാൻ ഇവിടെ 0 വേണം, ഇവിടെ അല്ല. അപ്പൊ ഈ രണ്ട് 0കള് ഇത് ഇവിടെ നിൽക്കും. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കി മൾട്ടിപ്ലൈ ചെയ്തു. 20 ഉണ്ട് ഇവിടെ, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 20 × 5 100/1. ഇവിടെ by 1 ഉണ്ട്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താല്
വിലയിൽ മാറ്റുന്നല്ലോ. സോ ദ ആൻസർ ഈസ് 100. അപ്പൊ 200 ആപ്പിളിന്റെ 50% എന്ന് പറയുന്നത് 100 ആപ്പിൾ ആണ്. ചെയ്തത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് 40% of 8,000. 8,000ന്റെ 40 എന്താണ് അളവെന്നൊന്നുമില്ല. 8,000 ആപ്പിളോ 8,000 റുപ്പീസോ എന്തായാലും കുഴപ്പമില്ല. അതിന്റെ 40% എത്ര? 40% മീനിങ് എന്താണ്? 100ൽ 40 ഭാഗം. 100ൽ 40. 40% എന്ന് പറഞ്ഞാൽ 40/100 പാർട്ട്. 100ൽ 40 ഭാഗം. അപ്പൊ ഇങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ 8,000 എഴുതുക. അതിന്റെ into 40/100. 0 കട്ട് ചെയ്ത് കളയാം. ഒരു 0 പോയി, ഒരു 0 പോയി. 0 ഇല്ലാത്ത സമയത്ത് വെറുതെ കട്ട് ചെയ്ത് കളയരുത്. ഇവിടെ 0 കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ 0 വേണം, അല്ലെങ്കിൽ ഇവിടെ വേണം. ഓക്കെ, ഒരു 0 അടുത്ത 0. ഇനി 800 into 4 3,200 divided by 1. അപ്പോൾ 1 തന്നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസറിൽ മാറ്റമൊന്നും വരില്ല. അപ്പൊ 8,000ന്റെ 40% 3,200. 40% of 8,000 3,200. ഇതാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിലുള്ളത്. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി ഒരു ഹോംവർക്ക് ആണ്. ഹോംവർക്ക് ശ്രദ്ധിക്കുക. ഹോംവർക്ക് ചെയ്ത് കാണിക്കണം. 2 ഹോംവർക്കുകൾ. ഫൈൻഡ് 20% of 300. Find 25% of 9,900. Okay. P and the problem. Find 20% of 300. Find 25% of 900. രണ്ടും ചെയ്ത് കാണിക്കുക. ഇതേപോലെ ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഈ ക്ലാസ് ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.